ഹായ് ഓൾ, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കുമായി ബന്ധപ്പെട്ട 5 പ്രധാനപ്പെട്ട പദങ്ങളാണ്. പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ആവാറുണ്ട്. ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കൺഫ്യൂഷൻ അടിച്ച് അതിന്റെ മാർക്കുകൾ കളയാറുമുണ്ട്. അപ്പോൾ ആ കൺഫ്യൂഷനൊക്കെ ഒന്ന് മാറ്റി നല്ല രീതിയിൽ നമുക്കതൊന്ന് പഠിക്കണം. ഏത് രീതിയിൽ ചോദ്യങ്ങൾ വന്നാലും നമ്മൾ ഉത്തരം കണ്ടെത്തുകയും ചെയ്യണം. അത് മാത്രമല്ല, എക്കണോമിക്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫാക്ടറാണ് ഇത്. നമ്മൾ ന്യൂസ് പേപ്പർ വായിച്ചാലും ന്യൂസ് കാണുകയാണെങ്കിലും നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള കുറച്ച് വേർഡ്സ് ആണ് ഇത്. പക്ഷെ പലർക്കും ഇത് എന്താണെന്ന് അറിയത്തില്ല. ഒന്നാമത്തത് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ഇങ്ങനെ ബാങ്കുമായി ബന്ധപ്പെട്ട് ഒത്തിരി പദങ്ങളുണ്ട്. അത് ഞാൻ പറയുന്നതിന് മുന്നേ നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ് സമ്പ്രദായം അനുസരിച്ച്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ബാങ്കിങ് സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്കുകളെ പ്രധാനമായിട്ട് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ഏതാണ്? നമ്മുടെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന RBI ആണ്, റിസർവ് ബാങ്ക് ആണ്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം വാണിജ്യ ബാങ്കുകളാണ്, അഥവാ കൊമേഴ്സ്യൽ ബാങ്കുകളാണ്. പിന്നെ ഉള്ളത് ലാസ്റ്റ് സഹകരണ ബാങ്ക് ഉണ്ട്, അത് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഇതിനകത്ത് വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ലോൺ കൊടുക്കും. ലോൺ കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാലോ, ഒരു പർട്ടിക്കുലർ എമൗണ്ട് പലിശ ഈടാക്കിക്കൊണ്ടാണ് എപ്പോഴും ലോൺ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ലോണുകൾക്ക് മേലൊരു പലിശ ഈടാക്കും. ഈ ഈടാക്കുന്ന പലിശയാണ് റിപ്പോ റേറ്റ് എന്നറിയപ്പെടുന്നത്. റിപ്പോ എന്നതിന്റെ ഫുൾ ഫോം റീപർച്ചേസ് ഓപ്ഷൻ എന്നാണ്. റിപ്പോയുടെ ഫുൾ ഫോം എന്താണ്? റീപർച്ചേസ് ഓപ്ഷൻ എന്നാണ്. അതായത് നമുക്ക് റിസർവ് ബാങ്ക്, നമുക്കല്ല, വാണിജ്യ ബാങ്കിന് എന്താണ്, റിസർവ് ബാങ്ക് ലോൺ കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കൊളാട്രൽ അഥവാ ഈട് വെച്ചിട്ട് മാത്രമേ ലോൺ കൊടുക്കത്തുള്ളൂ. ഈ ലോൺ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ ഈട് വെച്ചിരിക്കുന്ന ഈട് തിരിച്ചെടുക്കണ്ടേ, റീപർച്ചേസ് ചെയ്യണ്ടേ? ആ റീപർച്ചേസ് ചെയ്യാനുള്ള പലിശ, അതാണ് എന്തു പറയുന്നത്? റിപ്പോ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും റിപ്പോ റേറ്റോട് കൂടി കൊടുക്കുന്ന ലോണുകൾ, അതായത് റിപ്പോ റേറ്റ് പറയുന്ന ലോണുകൾ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ലോണുകളായിരിക്കും, ഹ്രസ്വകാല ലോണുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് റിപ്പോ റേറ്റ്? റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശയാണ് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് എപ്പോഴും ഈട് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇത് ഓരോന്നും പഠിച്ചു വെക്കുക. പ്രസ്താവന ചോദ്യങ്ങൾ ആണ് വരുന്നത്. അപ്പം പ്രസ്താവനകളിൽ എടുത്തു പറയും, റിപ്പോ റേറ്റിനെ പറ്റി പറയുന്ന പ്രസ്താവനകളിൽ താഴെ ഏതൊക്കെ ശരി എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് ഓർമ്മിച്ചിരിക്കുക, റിപ്പോ റേറ്റ് എന്നാൽ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ലോണിന്മേൽ കൊടുക്കുന്ന പലിശ ആണ്, അത് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് വെച്ചിട്ട്, ഈട് വെച്ചിട്ടേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? റിപ്പോ റേറ്റ് വെച്ചിട്ട് ലോൺ കിട്ടത്തുള്ളൂ. റിപ്പോ റേറ്റിന്റെ ഫുൾ ഫോം എന്താണ്? റീപർച്ചേസ് ഓപ്ഷൻ റേറ്റ് എന്നാണ്. എപ്പോഴും റിപ്പോ റേറ്റിലൂടെ നമുക്ക് ലോൺ കിട്ടണം. നമുക്കല്ല, വാണിജ്യ ബാങ്കുകൾക്ക് ലോൺ കിട്ടണമെങ്കിൽ അത് ഹ്രസ്വകാല ലോൺ മാത്രമേ കൊടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈട് വെക്കണം. ദെൻ പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ കൂടുമ്പോൾ റിപ്പോ റേറ്റ് കൂടും. എങ്ങനെയാണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പണപ്പെരുപ്പം കൂടുന്നു. പണപ്പെരുപ്പം കൂടുമ്പോൾ റിപ്പോ റേറ്റ് കൂടും. ഈ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താതിരിക്കുന്നത് 6.25 ആണ് നിലവിൽ. ഇത് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എക്സാം അടുക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിലവിലെ റിപ്പോ റേറ്റ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ റിപ്പോ റേറ്റ് എപ്പോഴും സ്ഥിരമായിരിക്കത്തില്ല. അത് ഈ പണപ്പെരുപ്പത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പണപ്പെരുപ്പവും പണച്ചുരുക്കവും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? റിപ്പോ റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് റിസർവ് ബാങ്ക് ആണ് എന്ത് ചെയ്യുന്നത്? കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ പണപ്പെരുപ്പം കൂടുമ്പോൾ റിപ്പോ റേറ്റ് കൂടും. എങ്ങനെ? അതായത് റിപ്പോ റേറ്റ് കൂട്ടുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ കുറേ കാശുണ്ടെന്നാണ് അർത്ഥം, അല്ലേ? കുറേ കാശ്, എല്ലാവരുടെ കയ്യിലും കുറേ കാശ് വരും. അപ്പൊ അതാണ് പണപ്പെരുപ്പം. കാശിന് വിലയില്ലാതാവും. അപ്പോൾ റിപ്പോ റേറ്റ് കൂടിയാൽ എന്ത് സംഭവിക്കും? റിപ്പോ റേറ്റ് വാണിജ്യ ബാങ്കുകളുടെ മേൽ ഈടാക്കുന്നതാണ്. അപ്പോൾ റിപ്പോ റേറ്റ് കൂടുമ്പോൾ വാണിജ്യ ബാങ്ക് പിന്നീട് പോയി പൈസ കടമെടുക്കോ? പൈസ പോയി ബാങ്കിൽ നിന്ന്, റിസർവ് ബാങ്കിന്റെ കയ്യിൽ നിന്ന് കടമെടുക്കത്തില്ല. കാരണം അവിടെ റിപ്പോ റേറ്റ് കൂടുതലാണ്. അപ്പോൾ കൂടുതൽ പൈസ വാണിജ്യ ബാങ്കുകൾ വഴിയല്ലേ നമുക്ക് കാശ് കിട്ടത്തുള്ളൂ. അപ്പം കൂടുതൽ കാശുകൾ റിസർവ് ബാങ്കിൽ നിന്ന് വാണിജ്യ ബാങ്കിലോട്ട് പോകത്തില്ല. അപ്പൊ അതുവഴി അവിടെ പണപ്പെരുപ്പം എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. അപ്പം പണപ്പെരുപ്പം കൂടുമ്പോൾ റിസർവ് ബാങ്ക് എന്ത് ചെയ്യും? റിപ്പോ റേറ്റ് കൂട്ടും. പണപ്പെരുപ്പം കുറയുമ്പോൾ എന്ത് സംഭവിക്കും?
റിപ്പോ റേറ്റ് കുറയും. ഓക്കെ, നെക്സ്റ്റ് റിവേഴ്സ് റിപ്പോയാണ്. ഒരു പിക്ചറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു കൊമേഴ്സ്യൽ ബാങ്ക് ഉണ്ട്, പിന്നെ ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ട്. അതാണ് RBI എന്ന് പറയുന്നത്. സെൻട്രൽ ബാങ്ക് ആർക്ക് കൊമേഴ്സ്യൽ ബാങ്കിൽ ലോൺ കൊടുക്കുമ്പോൾ അവിടെ ഈടാക്കുന്നത് റിപ്പോ റേറ്റ്. തിരിച്ച് കൊമേഴ്സ്യൽ ബാങ്ക് സെൻട്രൽ ബാങ്കിന് കൊടുക്കുന്നതാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. എന്താണ്? ബാങ്കുകളുടെ കയ്യിൽ കുറേ നിക്ഷേപമുണ്ട്. ഓക്കെ, ആ സമയത്ത് കാരണം എന്താണ്? ആൾക്കാരൊന്നും വായ്പയൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ ഉള്ള നിക്ഷേപം അവർ RBIയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും. ഈ സമയത്ത് RBI അവർക്ക് പലിശ കൊടുക്കും. ഈ പലിശ നിരക്കിനെയാണ് എന്ത് പറയുന്നത്? റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. എന്താണ്? കൊമേഴ്സ്യൽ ബാങ്കിൽ നിക്ഷേപം കൂടുതലാവുന്ന അവസ്ഥയിൽ അവർക്ക് പുറത്തൊന്നും വായ്പ കൊടുക്കാനും ഇല്ല. ആ ഒരു അവസ്ഥയിൽ അവരെന്ത് ചെയ്യും? ഏത് ബാങ്കിൽ? റിസർവ് ബാങ്കിൽ കൊണ്ടുവന്ന് ക്യാഷ് ഇടും. ഈ ക്യാഷ് നിക്ഷേപിക്കുന്ന സമയത്ത് അവിടെ നിന്ന് കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് ലഭിക്കുന്ന റിപ്പോ റേറ്റ് അല്ലെങ്കിൽ ആ ഒരു റേറ്റിനെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് കരുതൽ ധനാനുപാതം? അത് പറയുന്നതിന് മുന്നേ റിവേഴ്സ് റിപ്പോ റേറ്റ് കൂടുകയാണെങ്കിൽ പണപ്പെരുപ്പം കൂടുവോ ഇല്ലയോ? അല്ല പോട്ടെ, പണപ്പെരുപ്പം കൂടുമ്പോൾ റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടോ കുറയ്ക്കോ? എന്ത് സംഭവിക്കും? പണപ്പെരുപ്പം കൂടുകയാണ്. അപ്പൊ എല്ലാവരുടെ കയ്യിലും കാശുണ്ട്. നമ്മളെ വാണിജ്യ ബാങ്കിലും ഇഷ്ടം പോലെ കാശുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ജനങ്ങൾക്ക് കൊടുക്കോ അതോ RBIക്ക് കൊടുക്കണോ? കാരണം RBIക്ക് കൊടുക്കണം, എന്നാലേ പണത്തിന്റെ ആ ഒരു ബാലൻസ് അവിടെ കീപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ, പണപ്പെരുപ്പം കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പണപ്പെരുപ്പം കൂട്ടുന്ന സമയത്ത് നമ്മുടെ സെൻട്രൽ ബാങ്ക് പറയും, RBI പറയും, നമ്മൾ നിങ്ങൾക്ക് നല്ല പലിശ തരാം, നിങ്ങളുടെ നിക്ഷേപം എല്ലാം ഇങ്ങ് തരാൻ പറയും. അപ്പൊ ആ അവസരത്തിൽ എന്ത് ചെയ്യും? വാണിജ്യ ബാങ്കുകൾ പുറത്ത് ജനങ്ങൾക്ക് വായ്പ കൊടുക്കുന്നതിനേക്കാളും ലാഭമായിരിക്കും റിവേഴ്സ് റിപ്പോ റേറ്റിൽ നിന്ന് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? RBIയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും. ഓക്കെ, അപ്പോൾ അവിടെ RBIയിൽ റിവേഴ്സ് റിപ്പോ റേറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓർമ്മിച്ചിരിക്കേണ്ട കാര്യം, പണപ്പെരുപ്പം കൂടുന്ന സമയത്ത് റിവേഴ്സ് റിപ്പോ റേറ്റും എന്ത് ചെയ്യും? കൂടും. അപ്പൊ റിപ്പോ റേറ്റിന്റെ കേസ് പറഞ്ഞപ്പോൾ റിപ്പോ റേറ്റും കൂടുതലായിരിക്കും, റിവേഴ്സ് റിപ്പോ റേറ്റും കൂടുതലായിരിക്കും. ക്ലിയർ ആയല്ലോ? അടുത്തത് എന്താണ് കരുതൽ ധനാനുപാതം അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ അഥവാ CRR? ഓക്കെ, ഇതും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളുണ്ടല്ലോ, ഒരു നിശ്ചിത തുക അത് കരുതലായിട്ട് റിസർവ് ബാങ്കിൽ സൂക്ഷിക്കണം. ഇതിനെയാണ് കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, 100 രൂപ വാണിജ്യ ബാങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിനകത്ത് 20% ആർക്ക്, ഒരു ഏകദേശ കണക്കാണ്, ഇതൊന്നും ഉറപ്പുള്ള കണക്കല്ല, ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുന്നതാണ്. 20% ആർക്ക് കൊടുക്കണം? റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കാൻ കൊടുക്കണം. ഓക്കെ, കരുതലായിട്ട്. ബാക്കി 80% മാത്രമേ വാണിജ്യ ബാങ്കുകൾക്ക് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊക്കെ ലോണായിട്ട് തരാനായിട്ട് പാടുള്ളൂ. ഇങ്ങനെ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കുന്ന നിക്ഷേപത്തിന്റെ ഒരു പ്രത്യേക തുകയാണ് എന്തു പറയുന്നത്? കരുതൽ ധനാനുപാതം അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. വാണിജ്യ ബാങ്കുകൾക്ക് ഈ കരുതൽ തുക കഴിച്ചുള്ള തുകയെ വായ്പയായി ജനങ്ങൾക്ക് നൽകാൻ കഴിയത്തുള്ളൂ. ഈ കരുതൽ മാറ്റിയിടണം. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈസ എടുത്ത് മാത്രമേ വാണിജ്യ ബാങ്കുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വായ്പയായിട്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഇങ്ങനെ കരുതലായിട്ട് ഇടുന്നത് എവിടെയാണ്? റിസർവ് ബാങ്കിലാണ് സൂക്ഷിക്കുന്നത്. പക്ഷേ ഇങ്ങനെ കരുതലായിട്ട് സൂക്ഷിക്കുന്ന കാശിന്മേൽ ഒരു പലിശയും കിട്ടത്തില്ല. ജസ്റ്റ് അതെന്ത് ചെയ്യാണ്? അവിടെ സേവ് ചെയ്ത് വെക്കുകയാണ്, അല്ലാതെ അതുവഴി ഒരു പലിശയും കിട്ടത്തില്ല. അപ്പൊ പ്രത്യേകിച്ച് ഓർമ്മിച്ചു വെക്കുക, ക്യാഷ് റിസർവ് റേഷ്യോ അഥവാ കരുതൽ ധനാനുപാതം വഴി റിസർവ് ബാങ്കിൽ നിന്നും ഒരു പലിശയും ആർക്ക് കിട്ടത്തില്ല? വാണിജ്യ ബാങ്കുകൾക്ക് കിട്ടത്തില്ല. ഇനി ഈ കേസിൽ പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? കരുതൽ ധനാനുപാതം ഉയർത്തും. കാരണം അവിടെ കാശ് പുറത്തോട്ട് പോകുമ്പോഴാണ് പണപ്പെരുപ്പം കൂടുന്നത്. അപ്പൊ പണപ്പെരുപ്പം കൂടുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? റിസർവ് ബാങ്കിൽ സൂക്ഷിക്കാനുള്ള പെർസെൻറ്റേജ് അങ്ങ് കൂട്ടും. അപ്പൊ കരുതൽ ധനാനുപാതം കൂടും. പണച്ചെരുക്കം ഉണ്ടാകുമ്പോഴോ കരുതൽ ധനാനുപാതം കുറയ്ക്കും. എന്നിട്ട് വാണിജ്യ ബാങ്കിന് കുറച്ചും കൂടി കാശ് കൊടുക്കും. അപ്പോൾ പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? കരുതൽ ധനാനുപാതം അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ കൂടും. ഇപ്പോഴത്തെ കരുതൽ ധനാനുപാതം 4.5% അത് മാറും. ഓക്കെ, അപ്പൊ കരുതൽ ധനാനുപാതം അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്
നിയമപ്രകാരമുള്ള ലഭ്യതാ അനുപാതം അഥവാ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്, SLR ആണ്. അതായത് കരുതൽ ധനാനുപാതത്തിന് പുറമെ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളാണ് ഏത്, ഒരു സ്വർണം, പണം, ഇത് അല്ലെങ്കിൽ കടപ്പത്രങ്ങൾ. ഇതിൽ 1%, ഒരു നിശ്ചിത ശതമാനം എവിടെയാണ്, റിസർവ് ബാങ്കിൽ സൂക്ഷിക്കണം. ഇതിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു നിശ്ചിത ശതമാനം സ്വർണമായോ പണമായോ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട കടപ്പത്രങ്ങളായോ നമ്മൾ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതിനെയാണ് എന്തു പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ വഴി നമുക്ക് പലിശ കിട്ടും, നമുക്കല്ല വാണിജ്യ ബാങ്കിന് പലിശ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് എവിടെ സൂക്ഷിക്കണം എന്ന് ചോദിക്കും. അത് സൂക്ഷിക്കേണ്ടത് വാണിജ്യ ബാങ്കിലാണ്. പക്ഷേ ആർക്ക് പലിശ കിട്ടും, വാണിജ്യ ബാങ്കുകൾക്ക് ഇതിന്റെ പേരിൽ റിസർവ് ബാങ്കിൽ നിന്നും പലിശ കിട്ടും. അപ്പൊ നിയമപ്രകാരമുള്ള ലഭ്യതാ അനുപാതം അഥവാ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി പറയുന്ന കാര്യമാണ് കൺഫ്യൂഷൻ ആവാതെ പഠിക്കാനുള്ള കാര്യം. എന്താണ് ബാങ്ക് റേറ്റ്? ബാങ്ക് റേറ്റ് എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റും ഏകദേശം സെയിം ആണ്, പക്ഷേ വ്യത്യാസമാണ്. എന്താണ് ബാങ്ക് റേറ്റ്? റിസർവ് ബാങ്ക് മറ്റ് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഇടക്കാല ധനസഹായത്തിനും വാണിജ്യ ബാങ്കുകളുടെ കയ്യിലുള്ള ബില്ലുകൾ റിസർവ് ബാങ്കിന് നൽകി പണം വാങ്ങുന്നതിനും ചുമത്തുന്ന പലിശ നിരക്കാണ് ബാങ്ക് റേറ്റ്. അതായത് വാണിജ്യ ബാങ്കുകൾക്ക് അവരുടെ പണലഭ്യത ഉറപ്പുവരുത്താനാണ് ഇത് സഹായിക്കുന്നത്. നമ്മൾ നേരത്തെ റിപ്പോ റേറ്റ് പറഞ്ഞപ്പോൾ റീപർച്ചേസ് ഓപ്ഷൻ എന്നാണ് പറഞ്ഞത്. അതായത് ഒരു കൊളാട്രൽ വെക്കും, ഒരു ഈട് കൊടുക്കും, ആ ഈട് കൊടുത്തത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തത് അങ്ങനെയല്ല. എങ്ങനെയാണ്? റിസർവ് ബാങ്ക് മറ്റ് വാണിജ്യ ബാങ്കുകൾക്ക് ഒരു പ്രത്യേക കാലാവധിയിലേക്ക്, കുറഞ്ഞ കാലാവധിക്കല്ല, ഒരു കൂടുതൽ കാലാവധിയിലേക്ക് എന്ത് നൽകും, കാശ് നൽകും. ആ ഒരു ഇതിന് ഈടൊന്നും വേണ്ട, ഈടൊന്നും വെക്കാതെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഇതും നാണയപ്പെരുപ്പം, ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയങ്ങളിൽ ബാങ്ക് റേറ്റ് ഉയർത്തും, നാണയ ചുരുക്കം ഉണ്ടാകുന്ന അവസരങ്ങളിൽ ബാങ്ക് റേറ്റ് താഴ്ത്തുകയും ചെയ്യും. അപ്പൊ പ്രൈസ് സ്റ്റെബിലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്, ബാങ്ക് റേറ്റ് ആണ് എപ്പോഴും കൂടുതൽ. കാരണം പല ആൾക്കാർക്കും സംശയം വരാം, അങ്ങനെയാണെങ്കിൽ വാണിജ്യ ബാങ്കുകൾക്ക് ദീർഘകാലത്തേക്ക് ലോൺ എടുത്താൽ പോരെ, കാരണം അവിടെ എന്ത് വേണ്ട, ഈട് വെക്കേണ്ട ബാങ്ക് റേറ്റ് ആണെങ്കിൽ ഈട് വെക്കേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ദീർഘകാലത്തേക്ക് പോരെ എന്നുള്ളൊരു ഡൗട്ട് വരും. പക്ഷേ ബാങ്ക് റേറ്റ് എപ്പോഴും കൂടുതലായിരിക്കും, അതിനേക്കാളും കുറവായിരിക്കും റിപ്പോ റേറ്റ്, അതിനേക്കാളും കുറവായിരിക്കും ഇവിടെ റിവേഴ്സ് റിപ്പോ റേറ്റ്. പിന്നെ ഇവിടെ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്, നാണയപ്പെരുപ്പം കൂടുമ്പോൾ അല്ലെങ്കിൽ പണപ്പെരുപ്പം കൂടുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ബാങ്ക് റേറ്റ് കുറയ്ക്കും. നമ്മളല്ല, RBI ബാങ്ക് റേറ്റ് കൂട്ടും, റിപ്പോ റേറ്റ് കൂട്ടും, റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടും, അതുപോലെ തന്നെ കരുതൽ ധനാനുപാതം അഥവാ CRR കൂട്ടും, ദെൻ SLR കൂട്ടുകയാണ് ചെയ്യുന്നത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കമന്റ് ആയിട്ട്. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.